നമസ്കാരം. വിജയ് സൂപ്പറും പൗർണമി എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ചിത്രത്തിലെ നമ്മുടെ ആഷിഫും ചിത്രത്തിൻ്റെ സംവിധായകൻ ജിസും നമ്മുടെ കൊണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്, എന്തായാലും ഇറങ്ങാൻ പോവാണ് സിനിമ. നിങ്ങൾ ആ പ്രോസസ്സെല്ലാം കഴിഞ്ഞു എന്നറിയാം. ആദ്യം ജിസിനോടാണ് ചോദ്യം. അടുപ്പിച്ച് മൂന്നാമത്തെ സിനിമ നിങ്ങൾ ആക്ടർ ഡയറക്ടർ കൊളാബറേഷനിൽ എത്താൻ പോകണം. ആദ്യത്തെ രണ്ടും സക്സസ് ആയത് തന്നെയാണോ ഇതിൻ്റെ ഒരു റീസൺ? മൂന്നാമത്തെ സിനിമ അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ ആ ചോദ്യത്തിന് രണ്ടർത്ഥമുണ്ട്. ഇപ്പം ഒരു സക്സസ് ആയില്ലെങ്കിലും എനിക്ക് വളരെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സുഹൃത്താണ് ആസിഫ്. സക്സസ് അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പ്രേക്ഷകനെ സംബന്ധിച്ച് അതിനൊരു കൗതുകമുണ്ട്. രണ്ട് സക്സസ്ഫുൾ ചെയ്ത വീണ്ടും വരുന്നു എന്നുള്ളത് തിയേറ്ററിലേക്ക് എത്താനുള്ളൊരു പ്രേരണയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമകൾ പോലെ തന്നെ ഈ കഥാപാത്രം ആസിഫിന് ചെയ്യാൻ പറ്റുന്ന, ആസിഫിന് ഭംഗിയാക്കാൻ പറ്റുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ചോദ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്നാമത്തെ സിനിമ ചെയ്യും. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഞങ്ങൾ പറയാതെ തന്നെ കിട്ടും. എന്തുകൊണ്ട് ആസിഫിനെ ആ കഥാപാത്രത്തിനെ കാസ്റ്റ് ചെയ്തു എന്നുള്ളത് മനോഹരമായിട്ട്. വിജയ് സൂപ്പർ എന്ന് പറഞ്ഞ കഥാപാത്രം മനോഹരമായിട്ട് തന്നെ ആസിഫ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, അതേപോലെ തന്നെ ഈ ആസിഫിനൊപ്പം തന്നെ ഐശ്വര്യലക്ഷ്മിയും പൗർണമിയും ഉറപ്പായിട്ടും ഈ സിനിമ കഴിയുമ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കൂടെ കൊണ്ടുപോകും തിയേറ്ററിൽ. ഓക്കെ, സെയിം രണ്ട് സിനിമകൾ ഹിറ്റാക്കിയത് കൊണ്ടാണോ മൂന്നാമത് ഡേറ്റ് കൊടുത്തത്? അല്ല. ആസിഫ്, ഇപ്പം നിങ്ങൾ മൂന്നാമത്തെ കൊളാബറേഷനാണ്. നിങ്ങളുടെ സൗഹൃദവും നിങ്ങളുടെ സിങ്കും എല്ലാം നിങ്ങളുടെ സിനിമകളിലൂടെ മനസ്സിലാവും. ഈ സ്റ്റാറിങ് വിജയ് സൂപ്പറും പൗർണമി എന്ന സിനിമയിലേക്ക് അടുപ്പിച്ച ആ ക്യാരക്ടറാണോ? എന്താണ് ഫസ്റ്റ് പ്രയോറിറ്റി? എന്തായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി? തീർച്ചയായിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റിനാണ്, ഇതിന്റെ സ്ക്രീൻ പ്ലേ. ജസ്റ്റ് പറഞ്ഞാൽ ഇതിന്റെ ഈ സിനിമ കാണുമ്പോൾ ഇതില് എനിക്ക് പേഴ്സണലി ഇപ്പം ഈ ഞാൻ ചെയ്യുന്ന വിജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പൊ ഉള്ള ഒരാളാണ്, ഈ കാലഘട്ടത്തിലുള്ള ഒരാളാണ്. എനിക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ആണ്. നമ്മൾ ട്രൈ ചെയ്യുന്നു, ഫെയിൽ ആവുന്നു, പിന്നെ ഷോർട്ട് കട്ട് നോക്കി പോകുന്നു. ഇത് ഭയങ്കര എവിഡന്റ് ആയിട്ട് ഈ ക്യാരക്ടറിൽ നിൽക്കുന്നുണ്ട്, ഈ ജനറേഷനിലുണ്ട് അത്. അപ്പൊ എനിക്കും അറിയാവുന്നവര്, ഇപ്പൊ ഇതില് വിജയ് എന്ന് പറഞ്ഞ ആള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, വീട്ടുകാരുടെ നിർബന്ധം പ്രകാരം. നമുക്കറിയാം ഒരുപാട് പേരുണ്ട്, സിനിമയിൽ തന്നെ ഉണ്ട് ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വേറെ മേഖലകളിലേക്ക് വന്നു. അത്തരത്തിലുള്ള ഒരാളാണ് വിജയ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു പോയിന്റില് ഇതിനെയൊക്കെ, ഈ ഫെയിലിയറിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ഷോർട്ട് കട്ട് ഓപ്ഷനായിട്ട് എടുത്ത് പോകാൻ, എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ എനിക്കത് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് അത് കണക്ട് ആയി. പിന്നെ എനിക്കൊരു ഭയങ്കര വിശ്വാസം ജിസിലുണ്ട്. നമുക്ക് ഈ കണക്ട് ആയ കാര്യമുണ്ടല്ലോ, ഇത് വിഷ്വലി എക്സിക്യൂഷനായിട്ട് ഇതിന്റെ എക്സിക്യൂട്ട് ചെയ്ത് ഇത് ഫൈനൽ ഫിലിം ഔട്ട്പുട്ട് ആയിട്ട് വരുമ്പോൾ എനിക്ക് കിട്ടിയത് ഉണ്ടാവണം എന്നുള്ളത്, അത് ഉണ്ടാവും എന്നുള്ള എനിക്കൊരു ഒരു ഉറപ്പുണ്ട്. ആ തീർച്ചയിലാണ് ശരിക്കും ഈ പ്രൊജക്ട് ഓൺ ആവുന്നത്. പിന്നെ ഇതിലെ എല്ലാ കാസ്റ്റിങ്ങും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ, നമ്മൾ കഥ പറയുമ്പോൾ ഇന്ന ആളെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നറേറ്റ് ചെയ്യുമ്പോൾ ഇന്ന ആളാണ് ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സിനിമയാണ് കിട്ടുന്നത്. ഇന്ന ഫസ്റ്റ് നറേഷനിൽ ആ സിനിമയാണ് നമ്മളിപ്പോ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കാണാൻ പോകുന്നത്. അതിൽ ലോസ് ഒന്നുമില്ല, ഇല്ല, ഒരു പോയിന്റില്ല. അതിനകത്ത് ഒരുപാട് ഇത് ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടി അത് സ്ക്രീൻ പ്ലേക്ക് യോഗ്യമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ആ സ്ക്രീൻ പ്ലേയിലേക്ക് എഴുതുമ്പോൾ ആദ്യമേ ഒരു സ്കെലറ്റൻ ഉണ്ടാക്കി അതിലേക്ക് എന്താണ് പ്രോസസ്? അതോ എഴുത്തിന്റെ വഴി പോകട്ടെ? അല്ല, അങ്ങനെയല്ല. എന്നിട്ട് അതിന് രൂപം കണ്ടെത്തട്ടെ എന്നുള്ളതാണ് എന്റെ രീതി. നേരത്തെ പറഞ്ഞാണ്, ഈ പറഞ്ഞ പോലെ ആദ്യം വൺ ലൈന് വേണ്ടി മാത്രമായിട്ട് ഇരിക്കും. ആദ്യം ഒരു ത്രെഡ് കിട്ടി. ഇപ്പോൾ സൺഡേ ഹോളിഡേ നമ്മൾ കണ്ട സിനിമ പറയാം. അതില് വീടാന്തരം വിൽക്കാൻ നടക്കുന്ന രണ്ടുപേരുടെ പ്രണയകഥ, ഇതാണ് എന്നെ ആ കഥയിലേക്ക് അടുപ്പിച്ച ഘടകം. ഞങ്ങൾക്ക് ശരിയാണല്ലോ, ഇത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഈ സോപ്പ് വിൽക്കാനും അല്ലെങ്കിൽ സോപ്പ് പൊടി വിൽക്കാനും എന്നൊക്കെ വേണ്ടി ഒരുപാട്, അല്ലെങ്കിൽ മസാലപ്പൊടികൾ വിൽക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരു പ്രണയം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള. അപ്പം എനിക്ക് തോന്നുന്നു ഇത് 2.5 മണിക്കൂർ പറയാനുള്ള, അല്ലെങ്കിൽ 2 മണിക്കൂർ പറയാനുള്ള പ്രണയം ആക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര വെളുപ്പായിരിക്കും, ലാഗ് അടിക്കും. മനസ്സിലായി. അങ്ങനെ ആ കഥാപാത്രങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അയാൾ എന്തിനായിരിക്കും ഈ ടൗണിലേക്ക് വന്നത്? അപ്പൊ അയാളുടെ ഫ്ലാഷ് ബാക്ക് ഉണ്ടാക്കി. അയാൾക്കൊരു പ്രണയം, കുട്ടി വേറെ ആൾ കല്യാണം കഴിക്കാൻ പോകുന്നു, അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കൂടെ പോകുന്നു. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടാവും? അപ്പോൾ അവിടെ സിദ്ദിഖ്, അല്ലു അർജുൻ സിനിമകളും അങ്ങനെ ധർമ്മജൻ, നിർമ്മൽ പാലാഴി, അവരുടെ ഒരു ട്രാക്ക് ഉണ്ടാക്കി. അപ്പോൾ അവരുടെ ഡയലോഗ് ആരായിരിക്കും? അപ്പോൾ KPS ലളിത ചേച്ചി അവരെന്തായിരിക്കും ചെയ്യുക? ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്, അവരുടെ മകൻ ഉണ്ടാവുമോ? എന്തായിരിക്കും അവരുടെ പ്രശ്നം? അങ്ങനെ ചിന്തിക്കും, അങ്ങനെ ഒരു വൺ ലൈൻ ഉണ്ടാക്കും.
ഓക്കെ ആദ്യം മുതൽ അവസാനം വരെ ക്ലൈമാക്സ് വരെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സംഭാഷണം എഴുതുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താ അറിയോ, നമ്മൾ കുറേ തവണ ഈ കഥാപാത്രങ്ങളോട് സംബന്ധിച്ച് ഈ സംഭാഷണം എഴുതുന്ന പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്. അതൊരു 20 ദിവസം കൊണ്ട് 30 ദിവസം കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റും. ആക്ടേഴ്സിന് നറേറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും, കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഈ നമ്മളുടെ സിനിമ നമ്മൾ തന്നെ എഴുതുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ അവസാനത്തെ നിമിഷം ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വേണമെങ്കിൽ ഇത് മൊത്തം വെട്ടിയിട്ട് പുതിയതായിട്ട് എഴുതാം, ആരോടും ചോദിക്കണ്ട. മനസ്സിലായി. വേറെ പേഴ്സണൽ ഈഗോസ് ഒന്നുമില്ല, ആരോടും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു സാധനം ചെയ്യണം. പണ്ടൊക്കെ ഞാൻ ആഡ് ഫിലിമിൽ നിന്ന് വരുന്ന ഒരാളാണ്. പണ്ടൊക്കെ ഞാനൊക്കെ ആഡ് ഫിലിംസ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് സ്റ്റോറി ബോർഡ് ആദ്യം വരയ്ക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റോറി ആണെങ്കിൽ ഈ ഹോട്ടലിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ നമ്മളുടെ ആംഗിളൊക്കെ വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി സ്റ്റോറി ബോർഡ് വരയ്ക്കുന്നു. പക്ഷേ ഞാൻ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന വലിയൊരു ആഡ് ഫിലിം ഡയറക്ടറെ പരിചയപ്പെട്ടു. അദ്ദേഹം എൻ്റെ സുഹൃത്തായതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ആ സ്റ്റോറി ബോർഡ്, നീ നിന്റെ വീട്ടിലിരുന്ന് ഏതോ ഒരു ഹോട്ടലിൽ ഇമാജിൻ ചെയ്യുന്നു, നീ ലൊക്കേഷൻ ചെല്ലുമ്പോൾ അയ്യോ എൻ്റെ ലൈറ്റ് വരുന്ന സോഴ്സ് വ്യത്യാസമായിരിക്കും, എൻ്റെ വിൻഡോ വ്യത്യാസമായിരിക്കും, അപ്പോൾ നീ ഈ സ്റ്റോറി ബോർഡിലേക്ക് ഇതിനെ പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി തിരിച്ചാണ് വേണ്ടത്. നിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നീ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. നീ നിന്റെ മനസ്സിൽ സ്റ്റോറി ബോർഡ് ഉണ്ടാവണം. നീ അവിടെ ചെന്ന് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടണം. ഇതാണ് ഇപ്പം ഞാൻ ആഡ് ഫിലിമിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു സാധനമാണ് ആഡ് ഫിലിമിന്റെ ഒരു ഷോട്ടിന്റെ ഡ്യൂറേഷൻ അല്ല സിനിമയുടെ ഒരു ഷോട്ട് എന്ന് പറയുന്നത്. സോ അത് തമ്മിൽ പാളാൻ പാടില്ല, രണ്ടിന്റെ ജഡ്ജ്മെന്റ് പോകാൻ പാടില്ല, അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് സാധാരണ ആദ്യത്തെ 2 സിനിമകളിലും ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സൊക്കെ ഇൻ സർവീസ് ടു ഹീറോ അല്ല, സർവീസ് ടു ഫിലിമാണ്. അപ്പോൾ ഇതിൽ പൗർണമിയുടെ കഥാപാത്രം അതിൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് പറയാമോ? പൗർണമി എന്ന് പറയുന്നത് വളരെ കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള, ആസിഫിന്റെ നേരെ കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള കഥാപാത്രമാണ്. വലിയൊരു ഓൺട്രപ്രണർ ആവണം എന്ന് സ്വപ്നം കണ്ട് നടക്കുന്നത്, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ആംബിഷ്യസ് ആണ്, വളരെ ഫോക്കസ്ഡ് ആണ് എന്ന് പറയുന്ന. അപ്പൊ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇതിന്റെ പ്രധാന ഇതിവൃത്തങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇവർ തമ്മിലൊരു കൂടിക്കാഴ്ച എന്താണ്, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സങ്കല്പമാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടി. ഇനിയിപ്പോൾ അവർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക, അങ്ങനത്തെ ഒരു ചിന്തയാണ്. ഉറപ്പായിട്ടും ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളും കണ്ടിട്ടുള്ള സിനിമകളും ഒക്കെ ഇതിന്റെ തിരക്കഥയെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ, ഉറപ്പായിട്ടും. ഇനി ആസിഫിന്റെ കാര്യം തന്നെ ചോദിക്കുക, കാരണം 3 സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പാർട്ട് ഫ്രം സൗഹൃദം, ആസ് എൻ ആക്ടർ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്തൊക്കെയായിരിക്കും ആസിഫിന്റെ? അല്ല ആസിഫിന്റെ ഏറ്റവും ആസിഫ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ആസിഫ് അലിയെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താ ആസിഫ് അലി ഫോൺ എടുക്കില്ല. പക്ഷെ അതൊക്കെ മാറിയോ? അത് മാറ്റിയാലും കഴിഞ്ഞതൊക്കെ ഫേക്ക് ആയി പോകും. ഇയാളുടെ മേക്ക് അങ്ങനെയാണ്, മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ ആസിഫിനെ സെറ്റിൽ വന്ന് ആർക്കും കാണാം. ഇപ്പൊ 4 പ്രാവശ്യം വിളിച്ചിട്ട് ആസിഫ് ഫോൺ എടുക്കാത്ത ഒരാൾ 5ാമത്തെ പ്രാവശ്യം സെറ്റിൽ വരുമ്പോൾ ഇയാൾ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലല്ലോ, പിന്നെ ഇയാൾ എന്തിനാ വിളിക്കാതെ വന്ന ആ ഒരു സംഭവമില്ല. ആസിഫിനെ കാണണം എന്നുള്ളവർ നേരെ സെറ്റിലേക്ക് വരും. ഇപ്പൊ ഞാനും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത്, സെറ്റിൽ പോയിട്ട് സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ മേക്ക് അങ്ങനെയാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ, ഓരോരുത്തരും ഓരോ രീതിക്കാണ്. അതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇയാൾ 100% ഫിലിമിലുണ്ട്, 100% ഫിലിമിലുണ്ട്. ഇപ്പോഴത്തെ പല യങ്സ്റ്റേഴ്സിനും ഇല്ലാത്തൊരു ക്വാളിറ്റി. ഇപ്പൊ ഈ ഒരു സീൻ എടുക്കാൻ തുടങ്ങിയാൽ ആ സീൻ കഴിഞ്ഞ് ഒരു ഷോട്ട് കഴിഞ്ഞ് നേരെ ഓടിപ്പോയി കാരവണിൽ AC ആയിട്ടിരിക്കുന്ന പരിപാടിയല്ല. ആ സീൻ കഴിയുന്നവരെ ഒരു കസേരയായിട്ട് അവിടെ ഇരിക്കുന്ന പഴയ സീനിയേഴ്സിൽ കണ്ടിരുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അത് എനിക്കും ആ സീനിയേഴ്സിൽ കണ്ടിരുന്ന ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ഒരുപാട് പടമൊന്നും ചെയ്തിട്ടില്ല. സൺഡേ ഹോളിൽ നിന്ന് ഒറ്റ പടത്തിൽ ഈ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായി. രാത്രി 2:30 3 മണിക്കൊക്കെ നമുക്കാണ് ടെൻഷൻ. അയാൾ തോളത്തോട്ടിട്ട് പറയുക, അതാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ സമാധാനമായിട്ട് എടുത്താൽ മതി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. അത് സീനിയേഴ്സിനുണ്ടായിരുന്ന ഒരു ക്വാളിറ്റിയാണ്. ഈ പറഞ്ഞ സിദ്ദിഖൊക്കെ ആ ക്വാളിറ്റി ഉണ്ട്. സീൻ എടുത്ത് കഴിയുന്നവർ അവിടെ ഇരിക്കും, കഥാപാത്രമായിട്ട് അംഗീകരിക്കും. ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന്, ഇപ്പൊ ഏത് പ്രൊഫഷനിലാണെങ്കിലും ഒരു കോർപ്പറേറ്റ് സെക്ടറിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും കൂടെ നിൽക്കുന്ന നമ്മൾ മാത്രമല്ല. ഈ പറയുന്ന പണ്ട് ചോദിച്ചല്ല എന്താണ് ഡെമോക്രസി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞ പോലെ, അതായത് ഒരാൾ ഓടി ജയിച്ചു, ജയിച്ചവന്റെ മാത്രമല്ല, ഓടാൻ കുറെ പേര് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അയാൾ ജയിച്ചത്. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നവരെ പരിഗണിക്കണം. ആ ഒരു പരിഗണന ഒരു ക്വാളിറ്റിയാണ്. അല്ല, അത് കോ ആക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പിന്നെ ആസിഫ് ഭയങ്കര സൗഹൃദമായിട്ട് ആ മച്ചാൻ എന്നൊക്കെ. ഇപ്പം ഞാൻ ബാസിയുടെ ഭയങ്കര സുഹൃത്താണ്. അപ്പോൾ ബാസിയുടെ സംസാരിക്കുമ്പോൾ ഷെയർ ചെയ്യുന്ന വൈബ് നിങ്ങൾ കൊടുക്കുന്ന വൈബ് തന്നെയാണ്. ഓക്കെ അടിപൊളി. അപ്പോൾ ഇനി ആസ് എ ഡയറക്ടർ ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സിനോടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ജിസിൽ കണ്ട വൈവിധ്യം എന്തായിരിക്കും? എന്താണ് അപ്രോച്ചിലുള്ള വ്യത്യാസമായിരിക്കാം? ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് മേക്ക് ചെയ്യാനും
കാണുന്ന ഇയാളുടെ സിനിമയിൽ മാത്രമല്ല ഇയാളുടെ എല്ലാ കാര്യത്തിലും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ഡേ ടു ഡേ ലൈഫിൽ ഇയാൾ സംസാരിക്കുന്ന കാര്യങ്ങളിലും നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾക്കും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ നല്ല പേഷ്യൻസ് ആണ് ഭയങ്കര പേഷ്യൻസ് ആണ്. നമുക്ക് ഒരിക്കലും ജസ്റ്റ് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ ഭയങ്കര ഒരു എവറിഡേ പരിപാടി അല്ല. അതങ്ങനെ കാണാനൊന്നും പറ്റില്ല നമുക്ക്. ഇയാൾ ഭയങ്കര ഇരുന്ന് ഇപ്പം ഇഷ്ടമല്ലാത്തൊരു കാര്യം നടക്കുവാണെങ്കിൽ പോലും ഓക്കെ അത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നുള്ള ഒരു സമയം എടുക്കും. അതുപോലെ എല്ലാ ആക്ടേഴ്സിനെയും ഹാൻഡിൽ ചെയ്യുന്നതും ഇപ്പം പേഴ്സണലി ഒരാള് ഇദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുകയോ അതിന് ഞാൻ പണി തരാം എന്നുള്ള സാധനമൊന്നും അല്ല. അതിങ്ങനെ ഇരുന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തതിന്റെ ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് ഇപ്പൊ ഇന്ന് ലാസ്റ്റ് രാത്രി 9:30 ലാസ്റ്റ് ഷോട്ട് എടുത്ത് മറ്റേ ബാറ്റ മാറും എന്നുള്ള ടെൻഷനൊന്നും ഇല്ല. അദ്ദേഹത്തിന് വേണ്ട ഷോട്ട് ഏതാണോ ആ ഷോട്ട് എടുക്കുന്നതിൻ്റെ അകത്ത് ഒരു കോംപ്രമൈസും ചെയ്യില്ല. ഇനിയിപ്പം നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് നമ്മുടെ സോങ് കട്ട്സ് വളരെ കുറച്ച് പോർഷൻസ് ഒരു ടെയിലൻ പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂർ പോയി, നമ്മുടെ ഡ്രൈവിംഗ് ബീച്ചിൽ മുഴപ്പിളങ്ങാട്. അപ്പൊ അവിടെ പോയി അപ്പൊ എല്ലാരും മനസ്സിലുണ്ട് എന്തിനാണ് ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി കണ്ണൂർ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ അത് നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, അത് വിഷ്വലി കണ്ടപ്പോൾ ഫൈനൽ എഡിറ്റ് കണ്ട് സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് വേണമായിരുന്നു എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഒരു പോർഷൻ പോലെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ക്രൗഡുണ്ട്. തലശ്ശേരി പോലെ ഷൂട്ടിംഗ് എപ്പോഴും നടക്കുന്ന ഒരു സ്ഥലമല്ല അത്. അവിടെയും വളരെ പീസ്ഫുൾ ആയിട്ട് പേഷ്യൻസ് ആയിട്ട് ഇരുന്ന് ഷൂട്ട് ചെയ്ത് അത് തീർത്തു. പിന്നെ എന്റെ ഭയങ്കര അടുത്ത ഫ്രണ്ടുണ്ട്. എന്തറിയോ, നമ്മളെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആള് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാല് 4 ടേക്ക് കൊണ്ട് ഓക്കെ ആക്കുന്ന ഒരു ആർട്ടിസ്റ്റ് 40 ടേക്ക് എടുക്കും. അതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. നമ്മളപ്പോ നമുക്കല്ലേ നഷ്ടം അല്ലേ? നമ്മുടെ ക്ഷമ വീണ്ടും പോകുന്നു. നമ്മുടെ ഈ എന്താ പറയുക, പണ്ടാണെങ്കിൽ ഫിലിം പോകുന്നു പറയാം, ഇപ്പോഴാണെങ്കിലും ഈ പറഞ്ഞ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളത് എല്ലാം മെനക്കേടല്ലേ. നേരെ മറിച്ച് ഒരാൾ തെറ്റായിട്ടാണ് ചെയ്യണമെങ്കിലും നമ്മൾ എന്താ പറയേണ്ടത്, നിങ്ങൾ നന്നായിട്ടാണ് ചെയ്യുന്നത്, വേണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. അപ്പോൾ എന്താ ആവശ്യം, തെറ്റായിട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചുള്ള ഓ മൈ ഗോഡ് സേഫ് ആയിട്ടൊരു സാധനം കിട്ടി, അപ്പൊ അയാളുടെ ഉള്ളിൽ നിന്നുള്ള ഒറിജിനൽ സാധനം വരും. അതാണ് അതിന്റെ. നേരെ മറിച്ച് നമ്മൾ ഡയറക്ടർ മറ്റു തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിന്റെ കപ്പിത്താനാണ്, എല്ലാവരും ഞാൻ പാഠം പഠിപ്പിക്കും ഒന്നുമില്ലെന്നേ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇതിന്റെ പുറകെ ഇതില് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബൈസിക്കിൾ തീവ്സിൽ പരിചയപ്പെട്ട് സുഹൃത്തുക്കളായതിനു ശേഷം എന്റെ എവറി ഡേ ലൈഫിൽ എനിക്കൊരു ആവശ്യം വന്നാൽ ആദ്യം നമ്മൾ വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ആ ലിസ്റ്റിൽ ഇപ്പം എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, ഞാൻ വിളിക്കുന്നത് ജിസിനെയാണ്. എനിക്കൊരു ഡോക്ടറെ കാണാൻ പോകാൻ ഞാൻ വിളിക്കുന്നത് ജിസിനെ. അല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇദ്ദേഹത്തിന്. അപ്പൊ ഇദ്ദേഹത്തിന് ആകെ എൻ്റെ അടുത്ത് കേട്ടാ ഞാൻ ഒരു കാർ മേടിക്കാൻ പോകാറുണ്ട്, അത് മാത്രമേ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഞാനിപ്പം കുറേ ദിവസം അടുപ്പിച്ച് എന്നെ ഫോൺ ചെയ്തു, എന്നെ കിട്ടണില്ല, ഒന്നുമില്ല. അപ്പൊ നേരെ എന്റെ വൈഫിനെ വിളിക്കും, അവനെവിടെ ഉണ്ട് എന്ന് ചോദിക്കുക. അതിപ്പോ അപ്പൊ തന്നെ എന്റെ കയ്യിലേക്ക് ഇവള് ജിസ് വിളിക്കുന്നു. ഞാൻ ജിസ് എന്ന് പറഞ്ഞാൽ നേരെ ആ ചോദിക്കാനുള്ള കാര്യം ചോദിക്കണം, അല്ലാണ്ട് നീ ഫോൺ എന്നോട് ചോദിക്കും പരിഭവങ്ങളില്ല. ഇല്ല, അത് ഭയങ്കര എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാനൊക്കെ. പക്ഷെ ചില ആളുകളെയാണ് നമ്മൾ കൂടെ നിർത്താൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരാളാണ്, വളരെ നല്ല മനുഷ്യനാണ്. അല്ല, ഈ ഫോൺ എടുക്കില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഈ പ്രസൻസ് ഇല്ലേ, പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര കൂടുതലാണ്. എനിക്കൊരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഒരു ദിവസം ആസിഫ് ഒരു സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂവിന് വരിക. അപ്പം അവിടുത്തെ ഒരു ക്യാമറമാനുണ്ട്. ക്യാമറമാൻ്റെ ക്യാമറമാൻ പുറത്തൊക്കെ പോയി പഠിച്ചതാണ്. അപ്പോൾ ക്യാമറമാന് ബേസിക്കലി നമ്മൾ ഈ NSD-യിലൊക്കെ പഠിച്ചിറങ്ങുന്നവരുടെ ഒരു പുച്ഛമുണ്ടല്ലോ, ഒരു ആഗോള പുച്ഛമുണ്ട്. അപ്പോൾ ആരാണ് ഇൻ്റർവ്യൂ? ആസിഫ്. ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആസിഫ് വന്ന് എല്ലാവരുടെ അടുത്തും ഹായ് ആസിഫ് അലി പരിചയപ്പെടും. അപ്പോൾ അതുവരെ ഭയങ്കര ഡിഫൻസൊക്കെ ഇട്ടിരുന്ന മനുഷ്യൻ പോകാൻ നേരത്തൊക്കെ ആസിഫിന് ഡോറൊക്കെ തുറന്നു കൊടുത്ത് മനസ്സിലായി ആ ഉണ്ടാക്കുന്ന പ്രസൻസ്. ട്രൂ ആയിട്ടുള്ള നമ്മൾ വളർന്നു വന്നതും നമ്മൾ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ഒരു പാറ്റേൺ ഉണ്ട്. അത് നമ്മൾ ഒരു രീതിയിലും ഫേക്ക് ചെയ്യാതിരിക്കുക. യെസ്, ഇറ്റ്സ് ഗ്രേറ്റ്. ഈ പ്രോസസ്സിൽ നേരത്തെ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ ഒരു സീൻ കൺസീവ് ചെയ്ത് ആക്ടേഴ്സിനെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവിടെ ചെന്നിട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ ഇംപ്രൂവൈസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇട്ടിട്ടാണ്. ഉറപ്പായിട്ടും എല്ലാത്തിലും ഈവൻ ഡയലോഗ്സ് വരെ. ഇപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഞാനും ഐഷും കൂടെ ഉള്ള ഒരു കുറേ സീൻസ് ഒരു വീടിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ
ഒരു സീൻ തന്നെ ഞങ്ങൾ തൂക്കിയിട്ടുണ്ട്. കാര്യം ആ ഫുൾ സീനിൽ പറയേണ്ട കണ്ടന്റ് നമുക്ക് ഒരു 2-3 ഡയലോഗ്സിൽ തീരേണ്ടതാണ്. അപ്പൊ ഈ ജസ്റ്റ് നേരത്തെ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഇദ്ദേഹം തന്നെ എഴുതിയ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ആയതുകൊണ്ട് നമ്മൾ പറയേണ്ട കണ്ടന്റ് ഇതിൽ പറഞ്ഞു. പിന്നെ എന്തിനാണ് അടുത്ത സീനിനുള്ള ഒരു ഫ്രീഡം എടുക്കാൻ, ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള. അപ്പൊ അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റോറി ബോർഡിന്റെ ആ ഒരു പരിപാടി ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ എന്റെ വീട്ടിലിരുന്ന് ടേബിൾ ലാമ്പിന്റെ താഴെ ഇരുന്ന് എഴുതുന്ന സാധനവും ഇദ്ദേഹം ഇവിടെ വിജയ് സൂപ്പറായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് സൂപ്പർ എന്ന കഥാപാത്രം ചെയ്യാണ്. സോ അയാൾക്ക് എന്നെക്കാളും കൂടുതൽ ആ ഇമോഷനും ആ സിറ്റുവേഷനായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആലോചിച്ചതല്ല ഇയാളിപ്പോ പെരുമാറുന്നതാണ് അത് കറക്റ്റ്. കാരണം ഷൂട്ടിംഗ് തുടങ്ങി 10-12 ദിവസം കഴിഞ്ഞു. ഇപ്പൊ അയാളെ കഥാപാത്രമാണ്. ഇപ്പൊ അയാൾ പറയുന്നതിൽ ശരിയുണ്ടാവും എന്നുള്ള സാധനം ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര വലിയ റോങ് ആണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മളത് തെറ്റാന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ഞാൻ അത് കഴിയുന്ന അവർ പറയുന്നതിൽ ഒരു ശരിയുണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അതെപ്പോഴും എനിക്ക് സിനിമയിൽ ഗുണകരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ കൂടെ എന്റെ കൂടെ ത്രൂ ഔട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് ബാലു, ജോസഫ് അന്നൻകുട്ടി, ജോസഫ് ആർജെ. അതെ അതെ, ഭയങ്കര ഡിഫറെന്റ് കാസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ഒട്ടും യൂഷ്വൽ അല്ലാത്തൊരു കാസ്റ്റാണ് ജോസഫിനെ. അതായത് ഞങ്ങൾ ഇവർ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഇവർ ത്രൂ ഔട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ബാലു ഭയങ്കര സേഫ് ആണ്, പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഏത് സിറ്റുവേഷനിലും അതായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടറാണ്. ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാളാണ്. ഇപ്പൊ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ അത്ര മിടുക്കനാണ്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സീൻസിലും കറക്റ്റ് ആയിട്ട് ബാലുവിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ ജോസഫ് എന്ന് പറഞ്ഞ ആള് പുതിയ ആളാണ്. ജോസഫിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, ഡയലോഗ് പറയേണ്ടത് എങ്ങനെയാണ്, ഇവിടെ ഞാൻ എന്ത് എക്സ്പ്രഷനാണ് ഇടുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഒരു വണ്ടിക്കകത്ത് ഞങ്ങൾ പോകുന്നൊരു സീനുണ്ട്. അതിൽ ഞാൻ, സിദ്ദീഖ, ദേവൻ ചേട്ടൻ, അങ്ങനെ സീനിയർ ആക്ടേഴ്സ്, ബാലു കൂടെയാണ് ജോസഫ് ഇരിക്കുന്നത്. അപ്പൊ ജോസഫിന് ഭയങ്കര പേടിയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സ്ക്രിപ്റ്റിലും ഇദ്ദേഹത്തിന്റെ പ്രോസസ്സിലും ഉള്ള ഒരു ക്ലാരിറ്റി ഭയങ്കരമായിട്ട് ഈ ജോസഫിനെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ജോസഫ് എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ സിഗ്നേച്ചർ ക്യാരക്ടർ ആയിരിക്കും ഈ സിനിമയിൽ. ഈവൻ ഐഷുവിന്റെ ക്യാരക്ടറും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഐശ്വര്യ ലക്ഷ്മി ചെയ്യുന്നത്, പൗർണമി എന്ന് പറഞ്ഞത്. ഞാൻ വിജയ് എന്ന് പറഞ്ഞ ഭയങ്കര തലതെറിച്ച് ഉഴപ്പനായിട്ടുള്ള ഒരു അലസനായിട്ടുള്ള യുവാവ് ഒരു പോയിന്റിൽ ഇവളെ ഡിപ്പെൻഡ് ചെയ്യുവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നു. പിന്നെ ഇവർ രണ്ടുപേരായിട്ടുള്ള കോമൺ ഫാക്ടേഴ്സ് കാണിക്കുന്നു. അതൊക്കെ ഭയങ്കര രസമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഇടയിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊന്നും അത്ര കോമൺ അല്ല നമുക്ക് സിനിമ ചെയ്യുമ്പോൾ. നമുക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്യുക, നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വിജയ് സൂപ്പർ പൗർണമിയുടെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ 2 സിനിമകളിൽ നോക്കിയാലും എന്താ പറയുക, ഇതിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അങ്ങനത്തെ സാധാരണ ഇതിൽ കാണുന്ന ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്ന സോക്കോൾഡ് പ്രേക്ഷകരെ അകറ്റി നിർത്തുന്ന ഒരു ഫാക്ടേഴ്സും ഉണ്ടാവാറില്ല. അപ്പം എന്ത് ഫിലിം എടുത്താലും ഒരു ഐഡിയ ഓഫ് പ്രിൻസിപ്പിൾസ് എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഞാൻ ഫാമിലിയായിട്ട് സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് 2 മക്കളാണ്, ഭാര്യയുണ്ട്. അപ്പം ഈ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ തന്നെ ഞാൻ തിയേറ്ററിൽ മോൻ്റെ കണ്ണ് പൊത്തും, ചെവി പൊത്തും. കാരണം പറഞ്ഞു വരുന്ന അങ്ങോട്ടാണെന്ന് മനസ്സിലായ. അപ്പൊ അവന് പറയും ഇതെന്തോ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒരു പരിപാടിയാണെന്നുള്ളത്. ഇത് മറ്റുള്ള പ്രേക്ഷകരെ കൊണ്ട് എന്റെ സിനിമയിൽ ചെയ്യിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ്സ് എ സിമ്പിൾ തിങ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതുന്നത്. കാരണം ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് അവർക്ക് ഫാമിലിയുടെ മുമ്പിൽ നാണക്കേട് ഉണ്ടാവരുത്. യങ്സ്റ്റേഴ്സ് മാത്രമല്ലല്ലോ സിനിമ കാണുന്നത്. നമ്മൾ ഈ പലതരത്തിലുള്ള ആൾക്കാരും പലതരം എല്ലാവരെയും പരിഗണിക്കണ്ടേ. പലതരം ആചാരങ്ങളിലൂടെ വരുന്നവരുണ്ടാവും, പല കാസ്റ്റിലുള്ള ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ ഒരു കുറേ നാൾ കൂടിയിട്ട് ഒരു സിനിമ ബാപ്പയും ഉമ്മയും ഉപ്പാപ്പയൊക്കെ ആയിട്ട് പോകാന്ന് വെച്ച് വന്നിരിക്കും, മൊത്തം ചീഞ്ഞ് അളഞ്ഞ് നാണക്കേടൊക്കെ ആയിട്ട് വീട്ടിൽ പരസ്പരം അങ്ങനത്തെ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇതിൽ സീനിയർ ആക്ടേഴ്സ് രഞ്ജി പണിക്കർ സാറ്, ശാന്തികൃഷ്ണൻ, അതൊരു വേറൊരു ഒരു വലിയ കാസ്റ്റ് ഉണ്ട്, സീനിയർ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിതിൽ എന്തൊക്കെയാണ് പ്ലേ ചെയ്യുന്നത്? വൈ, എന്തുകൊണ്ട് അത്രയും സീനിയർ ആക്ടേഴ്സിനെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നു? അല്ല, ചില റീപ്ലേസ്മെന്റ് ഇല്ല, അതാണ് കാര്യം. ഇപ്പൊ സിദ്ദിഖൊക്കെ ഇതിനകത്ത് ചെയ്ത കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർണായകമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സിദ്ദിഖിക്ക് ആ റീപ്ലേസ്മെന്റ് ഇല്ല. അദ്ദേഹത്തിന് പകരം വേറൊരാളത് ചെയ്താൽ അതുപോലെ വരില്ല, വരില്ല, ഉറപ്പായിട്ടും വരില്ല. ഇപ്പൊ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിയേട്ടൻ ചെയ്ത കഥാപാത്രം, അതിന് റീപ്ലേസ്മെന്റ് ആലോചിക്കാം. നമുക്ക് ആ സിനിമയിൽ വേറെ ആർക്ക് വേണമെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ട്, വേറെ ആർക്ക് വേണം. ശ്രീനിവാസിന് റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ റീപ്ലേസ്മെന്റ്
ഇല്ലാത്ത ചില ലെജൻസ് ജീവിച്ചിരിപ്പുണ്ട്. സോ അവരെ നമ്മുടെ സിനിമയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയില്ല എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു ചെറിയ വെക്കുന്നതിന് തുല്യമാണ്. നമ്മളെല്ലാം ചെയ്തു, അതിൻ്റെ മുകളിൽ ഇവരും കൂടെ വരുമ്പോൾ ഭയങ്കര ഇംപ്രവൈസേഷൻ അവർ ചെയ്യുന്നത്, ഭയങ്കര ഇംപ്രവൈസേഷൻ. അവരെ നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുള്ളൂ, അവരെ പരിഗണിക്കണം. നമ്മൾ ഈ പുതിയ ജനറേഷനാണ്, അവരുടെ ശീലങ്ങളുമായിട്ട് നമ്മളൊന്ന് പൊരുത്തപ്പെടണം. പ്രത്യേകിച്ച് സിദ്ദീഖ എനിക്ക് ഏറ്റവും നമ്മൾ ചില സിറ്റുവേഷൻ വരുന്ന ഡയലോഗ്സിന് ഒരു ഒത്തിരി ഡ്രാമാറ്റിക് ആയിരിക്കും ഡയലോഗ്. നമ്മളത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നാച്ചുറൽ ആക്കുന്നത്. അതില് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയിലെ ക്ലൈമാക്സിന്റെ പ്രീലൂഡാണ് ആസിഫ് ഞാൻ സിദ്ദിഖിക്കയുടെ ഒരു മിഡ് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. രാത്രി എനിക്ക് തോന്നുന്നു 1:45 മറ്റുമായി സിദ്ദിഖിക്കെ കാണാൻ വേണ്ടി വിദേശത്ത് നിന്ന് ഏതൊരു ടീം ഒന്നൊരു ഫാമിലിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? ഫ്ലഡ് കഴിഞ്ഞിരിക്കുന്ന സമയം ആസിഫ് അവിടെ മാറി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. സിദ്ദിഖിക്കെ വന്നൊരു ഇമോഷണൽ ഡയലോഗ് പറയണം. അപ്പോൾ അതിങ്ങനെ വന്ന് ആ ഷോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഫുൾ അതിൽ മുങ്ങി നിൽക്കുമ്പോൾ ആദ്യം കട്ട് പറയുന്നതിന് മുമ്പ് ആസിഫിന്റെ ശബ്ദം ഓ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സിദ്ദിഖൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് കിട്ടിയിക്ക വല്ലാതെ കിട്ടി എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇപ്പൊ നമ്മള് ചെറുപ്പം സിനിമ കാണുമ്പോൾ കുറെ ആക്ടേഴ്സിന്റെ കൂടെ നമ്മൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ മീൻ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ പലരെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ അതെല്ലാം ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന സിദ്ദിഖോട് ആ എക്സ്പീരിയൻസ് മുഴുവൻ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ ചെറിയ ചെറിയ ടിപ്സ് തരാറുണ്ട്. നീ ഈ ഏരിയ നീ ശ്രദ്ധിക്കണം, നിന്റെ ഇത് ഇത്തിരി വീക്കാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളോടുള്ള ഒരു വാത്സല്യം അതിൻ്റെ അകത്തുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഫാക്ടർ ജെനുവൻലി ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഡെഫിനറ്റ്ലി ഇത് വിജയ് സൂപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വിജയ് ഒരു അലസനാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ജീവിതത്തിൽ അലസത ഒരു ആത്മാംശമായിട്ട് നമുക്ക് ഇതിൽ എടുക്കാനുണ്ടായിരുന്നോ? പിന്നെ അല്ല, ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒരു സമയത്തും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ദൈവം സഹായിച്ച് ആഗ്രഹിച്ച പോലെ സിനിമയിൽ എത്തിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാനും ഒരു പ്രൊഫഷനായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. നമ്മുടെ സ്വപ്നം നമുക്ക് ഇത്രയും നാൾ കൊണ്ടു നടക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പ്ലാൻ ബി എന്റെ ഇല്ലായിരുന്നു. എന്റെ ഒരു പ്ലാൻ എ മാത്രം ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ വരിക എന്നുള്ളത്. അത് എങ്ങനെയോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അത് സംഭവിച്ചു. ഈ പ്ലാൻ എ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഈ പറഞ്ഞ അലസന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ഞാൻ. ഒരു കഥാപാത്രം സെലക്ട് ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തെ എനിക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള, അതായത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടപ്പെടും, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണോ എന്താണ്? എനിക്ക് പേഴ്സണലി ഇപ്പൊ ആസിഫ് അലിക്ക് വിജയ് സൂപ്പർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഭയങ്കര ഇഷ്ടപ്പെട്ട വിജയ് സൂപ്പറിനെ നമ്മൾ എടുക്കുന്നു. വിജയ് സൂപ്പറിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെയില്ല. കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഞാൻ ചെയ്ത ഭദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല. ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഉയര എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ, അതിലെ ക്യാരക്ടർ എനിക്ക് ഇല്ലില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ സിനിമയാണ്. ആ സിനിമ തിയേറ്ററിൽ വരുമ്പോ ഞാൻ പറഞ്ഞ പ്രേക്ഷകനെ ആ സിനിമയ്ക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്തിനാണ് ചെയ്തതെന്ന് ആൾക്കാർ ചോദിക്കരുത്. അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇതിനേക്കാൾ നന്നാക്കാമായിരുന്നു എന്ന് പറയരുത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പൊ നന്നായിട്ട് മേക്ക് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും തിയേറ്ററുകളിലേക്ക് പടം എത്തുന്നു. രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവരിലേക്കും സിനിമ എത്തട്ടെ. ഞാൻ ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനും താങ്ക് യു. താങ്ക്സ് ലോട്ട്. താങ്ക് യു.